ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്ലോർ 360. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണ്. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. കൊച്ചി എയർപോർട്ടിലേക്കുള്ളൊരു യാത്രയാണ്. ട്രെയിനിലൂടെയാണ് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നത്. ട്രെയിനിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് എയർപോർട്ടിലേക്ക് എത്തി. നമുക്കറിയാം, എയർപോർട്ടിൽ PCR ടെസ്റ്റൊക്കെ ചെയ്യണം നമുക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ. അതിനുശേഷം നമുക്ക് എയർപോർട്ടിൽ നിന്നുള്ള ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എർത്ത് ലോഞ്ചിലേക്കാണ്. ഈ എർത്ത് ലോഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫെസിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആർക്കൊക്കെ ഈ എർത്ത് ലോഞ്ച് ഉപയോഗിക്കാൻ പറ്റും? എർത്ത് ലോഞ്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഈ എർത്ത് ലോഞ്ച് ഫെസിലിറ്റി ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഫെസിലിറ്റി ഉപയോഗിക്കാം. നമ്മളെ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ എത്തിയ സമയത്ത് എർത്ത് ലോഞ്ചിലേക്ക് പോയി നമ്മളെ പ്രത്യേക കാർഡിൽ ഡെബിറ്റ് കാർഡാവാം, ക്രെഡിറ്റ് കാർഡാവാം, ഇതിൽ ഈ ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിലുള്ള ഫ്രീ ഫെസിലിറ്റി നമുക്കറിയാൻ പറ്റും. ഇപ്പം നമ്മളുള്ളത് കൊച്ചി ലോഞ്ചിലാണ്. ഓരോ ലോഞ്ചുകളും വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുക. അപ്പോൾ കൊച്ചിയിലുള്ള എർത്ത് ലോഞ്ചിലാണ്. ഇവിടെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെ വിവിധങ്ങളായുള്ള ഫെസിലിറ്റീസ്. കുട്ടികൾക്കാണെങ്കിൽ പ്ലേ ഏരിയ, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമുക്ക് പിന്നെ ഫുഡ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അത് നോൺ വെജ്, വെജ്, അങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഏതാണ് താല്പര്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് മെനു സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ വെജ് കഴിക്കുന്ന ആളുകളുണ്ടാകും, നോൺ വെജ് കഴിക്കുന്ന ആളുകളുണ്ടാകും. അല്ലെങ്കിൽ ജ്യൂസാണ് വേണമെങ്കിൽ ജ്യൂസ്, അല്ലെങ്കിൽ കോഫി, ഇഡ്ഡലി, ഒരുപാട് ഐറ്റങ്ങൾ. നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അൺലിമിറ്റഡ് കഴിക്കാം. പ്രത്യേകിച്ചും ഇതിനൊരു ലിമിറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും, നമുക്ക് വേണമെന്നോ എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഈ ഒരു ആക്സസ് ഉപയോഗിച്ച് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം. നമുക്ക് എന്താണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. പലപ്പോഴും എയർപോർട്ടുകളിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന അവസരങ്ങൾ ഇത്തരം ഫെസിലിറ്റികൾ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടും മറ്റുമൊക്കെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലോഞ്ച് ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അതോടൊപ്പം അവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു അവസരമുണ്ട്. കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട്, അതുപോലെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഈ ലോഞ്ചിൽ അവൈലബിൾ ആണ്. നമ്മൾ പിന്നെ നേരെ പോയത് ലോഞ്ചിലെ റെസ്റ്റ് ഏരിയയിലേക്കാണ് പോയത്. റെസ്റ്റ് ഏരിയയിൽ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഇരുന്ന് വായിക്കാനും ഉറങ്ങാനും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യസ്തമായ ഫെസിലിറ്റി വിശ്രമമുറിയിൽ അവൈലബിൾ ആണ്. ഇത്രമാത്രം ഫെസിലിറ്റി നമുക്ക് തരുമ്പോഴും നമ്മളിൽ പലരും ഈ ഫെസിലിറ്റിയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. സാധാരണ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രത്യേകതരം കാർഡിൽ അല്ലെങ്കിൽ ബിസിനസ് ആളുകൾക്ക് മാത്രമാണ് ഈ ഫെസിലിറ്റി എന്നുള്ളത്. പക്ഷേ അത് തിരിച്ചും തെറ്റായ ധാരണയാണ്. നമ്മൾ ചെറിയൊരു കാർഡിലും, നമ്മളെ ക്രെഡിറ്റ് കാർഡിലായാലും ഡെബിറ്റ് കാർഡിലായാലും പലപ്പോഴും ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളിത് ഉപയോഗപ്പെടുത്താത്തത്. നിങ്ങൾ ഈ ഫെസിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായും നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഇത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് ലാവിഷായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിലൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, വളരെ കൺജസ്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു യാത്ര കംഫേർട്ട് അല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. പിന്നെ നമ്മൾ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും പിറകോട്ടേക്ക് വന്നു നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച ഡൈനിങ് ഏരിയയിലേക്കാണ് വീണ്ടും വന്നത്. വീണ്ടും ഡൈനിങ് ഏരിയയിൽ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിന് സമയമായി. ഫ്ലൈറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് അതൊരു ഫൈനലായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ നമ്മളൊന്ന് ഒരു ടീയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒന്ന് സൊറ പറഞ്ഞ് ഫ്ലൈറ്റിലേക്ക് പോവാണ്. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലിഫ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്ലൈറ്റിലോട്ട് പോവാണ്. നല്ല വിശാലമായ ഇരിപ്പിടങ്ങൾ. സാധാരണ ആളുകളൊക്കെ ഇവിടെയാണ് ഇരിക്കാറ്, വെയിറ്റ് ചെയ്യാറ്. ലോഞ്ച് ഫെസിലിറ്റീസ് ഉപയോഗിക്കാത്ത ആളുകൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റിയിൽ ഒരുപാട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയമായി. നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നു, യാത്ര ആരംഭിച്ചു.
കൊച്ചി എയർപോർട്ടിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് റൺവേയിലൂടെ ഫ്ലൈറ്റ് അങ്ങനെ പൊങ്ങി. ആകാശത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ. അതായത് ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഒരു മനോഹരതയുള്ളൊരു യാത്രയാണ്. കർമ്മേഘങ്ങൾക്കിടയിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ക്ലൗഡിയ പലപ്പോഴും പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മളൊന്ന് നന്നായി ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് ആകാശത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുക. അതോടൊപ്പം നമുക്ക് ഫ്ലൈറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇത്തിഹാദ് ഫ്ലൈറ്റിൽ നമ്മൾ മൊബൈൽ കണക്ട് ചെയ്താൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ, സ്പീഡും ഡെസ്റ്റിനേഷൻ, നമ്മൾ എത്ര മണിക്ക് അവിടെ എത്തും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈം, റൂട്ട്, ഏത് റൂട്ടിലാണ് പോകുന്നത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്കതിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ മൂവീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി വീക്ഷിച്ച് കുറേ നേരം അങ്ങനെ സൊറ പറഞ്ഞിരുന്ന് അപ്പോഴാണ് നമുക്ക് ഫുഡ് എത്തിയത്. നല്ല സുഭിക്ഷമായിട്ടുള്ള ഒരു ഫുഡ് അതും കഴിച്ചു. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, യാത്ര തുടരുകയാണ്. ഈ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പല ഫ്ലൈറ്റുകളും, ബജറ്റ് ഫ്ലൈറ്റുകളിലൊക്കെ ഫുഡ് ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തിഹാദ് പോലുള്ള ഫ്ലൈറ്റുകളിൽ ഫുഡ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നോക്കി അനലൈസ് ചെയ്ത് വേണം ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ നമ്മുടെ യാത്ര അതാ അബുദാബി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാണ്. നല്ല ഏകദേശം 3-3.5 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്തിയപ്പോഴുള്ളൊരു ഫീൽ. അങ്ങനെ അബുദാബി എത്തി നമ്മളെ യാത്ര അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.